പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനിയാണെങ്കിൽ ചുറ്റിപ്പറ്റി അടുക്കളയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഗിഫ്റ്റ് ഇങ്ങനെ നനിയുടെ കയ്യിൽ കിട്ടിയോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ പാചകം പഠിക്കാനാണോ എന്നൊക്കെ ജാനകി എല്ലാവരും ഇങ്ങനെ ചോദിച്ച് കളിയാക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ. വല്ല പെൺകുട്ടികളെയും കണ്ടുവച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അനിയാണെങ്കിലും അതൊന്നുമില്ല, എന്തായാലും ഞാൻ പാചകം പഠിക്കാമെന്ന് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നനിയാണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ അനിയെ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ അങ്ങനെ ഭക്ഷണം എടുത്ത് വയ്ക്കാനായി അവിടെ പോയിരിക്കുന്നൊക്കെ പറയുന്ന സമയത്ത് അനിയാണെങ്കിലും ഇങ്ങനെ കാസറോളൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. ആ ടേബിളിലേക്ക്, ഡൈനിങ് ടേബിളിലേക്ക് വെക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അനിയാണെങ്കിൽ ഇടയ്ക്ക് നൈനയുടെ ചിരിയൊക്കെ കണ്ടിട്ട് എനിക്കാണെങ്കിൽ ഒരു സംശയമുണ്ട്, ഏട്ടത്തിയുടെ കൈ കെട്ടിയെന്നാണ് തോന്നുന്നതെന്നൊക്കെ. പിന്നീട് എന്തായാലും ഇങ്ങനെ ഭക്ഷണമൊക്കെ കൊണ്ടുവച്ചിട്ട് എല്ലാവരും വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് മുത്തശ്ശനാണെങ്കിലും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇപ്പം എന്താ കവിതയൊന്നും വരുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അതിനുള്ള അന്വേഷണത്തിലാണെന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇപ്പം അന്വേഷിച്ചോ, ഇങ്ങനെ വല്ല കടയിലും കിട്ടും എന്നൊക്കെ ജാനകി പറഞ്ഞ് കളിയാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. നൈനയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എനിക്കുള്ള ഭക്ഷണം ടിഫിൻ ബോക്സിൽ ഉണ്ടെന്ന് പറയുകയാണ്. അപ്പം അനിയാണെങ്കിൽ അത് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു, മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു അവനെന്താ സ്പെഷ്യൽ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും തുറന്ന് കത്തൊക്കെ വായിക്കുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാനിങ്ങനെ കാത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ആദർശം എല്ലാവരും വന്നിരിക്കുന്ന സമയത്ത് എന്താണെന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് എൻ്റെ കവിത വായിച്ചിട്ടുള്ള ഒരു ആരാധകൻ എനിക്ക് എഴുതിയിട്ടുള്ള ലെറ്റർ ആണെന്ന് പറയും. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, അതെന്താ ഞങ്ങൾക്ക് കാണാൻ പാടില്ല എന്നൊക്കെ. അപ്പോൾ അതിന് മാത്രമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനിയാണെങ്കിൽ അത് കാണിക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടാലേ പ്രശ്നമാവുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ദേവയാനിയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അവൻ്റെ പോക്ക് കണ്ടിട്ട് അത്ര ശരിയല്ല, ഇവിടുത്തെ 2 മക്കൾക്കും അബദ്ധം പറ്റിയെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, ആദർശനെ നോക്കിയിട്ട് ഇവനൊരു അബദ്ധം പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ആദർശാണെങ്കിലും അങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അനിയിപ്പോൾ ബിസിനസ് കാര്യത്തിലൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, കലാകാരന്മാർക്ക് ബിസിനസ്സിലൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ദേവയാനി കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ടായിരുന്നു, ഇവൾ വലിയ കലാകാരിയാണല്ലോ, ചെളിയൊക്കെ ചവിട്ടി പ്രതിമ ഉണ്ടാക്കുന്ന ആളാണല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, മരുമകളെ കുറ്റപ്പെടുത്താൻ കിട്ടുന്ന ഒരു അവസരം പാഴാക്കരുത് കേട്ടോ, ഇങ്ങനെ ചെളി ചവിട്ടി ഇങ്ങനെ പ്രതിമ ഉണ്ടാക്കുന്നത് ഒരു ബിസിനസ് തന്നെയാണ്. ആദർശ് മോളെ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ മോളിപ്പോൾ ആ മേഖലയിലൊക്കെ നന്നായിട്ട് വളർന്നു വന്നേനെ എന്നൊക്കെ പറയാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞാൽ പെൺകുട്ടികൾ അതോടുകൂടി അവരുടെ ഇതെല്ലാം ചിലപ്പോൾ മുരടിച്ചു പോകും എന്നൊക്കെ നിന്നെ പോലുള്ള അമ്മായിമ്മമാരുണ്ടെങ്കിൽ എന്നൊക്കെ പറയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ സമാധാനം ആവുന്നുണ്ട്, ഇങ്ങനെ വിഷയം തെന്നി മാറിപ്പോയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, എന്തായാലും ഇവിടെ നിന്ന് മെല്ലെ മുങ്ങാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് എണീറ്റ് പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭക്ഷണം വേണ്ടേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേണ്ട പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും. പിന്നീട് അനിയാണെങ്കിലും അനാമികേനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ആദ്യം വേറൊരു സ്ത്രീ വരുന്നുണ്ട്. അവരെ കാണുമ്പോൾ തന്നെ എനിക്ക് അങ്ങ് ഇഷ്ടമാവുന്നൊന്നുമില്ല. അവരുടെ കയ്യിലൊരു റോസാപ്പൂവൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ വന്നിട്ട് റോസാപ്പൂവൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പേര് അനാമിക എന്നാണോ എന്ന് അനി ചോദിക്കും. അപ്പോൾ അല്ല, അനസൂയ എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അനാമിക വിട്ടതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതും അല്ല എന്ന് പറയും. അപ്പോൾ എന്തായാലും പൂ വാങ്ങാനൊക്കെ എനിക്കൊരു മടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പൂ വാങ്ങിക്കാനായിട്ട് പറയുമ്പോൾ പൂവൊക്കെ വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് വെറും പൂവൊന്നുമല്ല, എൻ്റെ ഹൃദയമാണെന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ കൊടുക്കുന്നത്. എന്നിട്ട് എനിക്കാണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് പോകാനൊരു തിടുക്കുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു കമ്പനി തന്നൂടെ എന്നൊക്കെ ആ സ്ത്രീ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കമ്പനി തരാൻ പറ്റിയ ആളല്ല ഞാൻ എന്ന് പറയും. അപ്പോൾ എന്തായാലും അവരവിടെ നിന്ന് തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് അനി അവിടെ തന്നെ ഇരിക്കുകയാണ്. അനാമിക എപ്പോഴാണ് വരിക എന്നുള്ള അതിലിരിക്കുകയാണ്. അതിനുശേഷം ആദർശനെ കാണിക്കുന്നുണ്ട്. ആദർശൻ ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ അവിടേക്ക് വരുന്നുണ്ട്. മുത്തശ്ശൻ വന്നിട്ട് ആദർശനോട് പറയുന്നുണ്ടായിരുന്നു, നീയും നിന്റെ അമ്മയൊക്കെ ഇങ്ങനെ നൈനമോളെ ഇടിച്ച് താഴ്ത്താൻ ശ്രമിക്കുമ്പോഴും മോൾക്ക് സപ്പോർട്ടായിട്ട് ദൈവങ്ങൾ കൂടെയുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ നേട്ടങ്ങളൊക്കെ ഉണ്ടാവുന്നതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്തായാലും ആദർശ് പറയുന്നുണ്ടായിരുന്നു, മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അവൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശനാണെങ്കിലും അങ്ങനെ നൈനമോളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നൈനേനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ അവൾക്ക് അത് അവളുടെ മിടുക്കാണ് ഇങ്ങനെ എല്ലാവരെയും കയ്യിലെടുക്കാനല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ ഭാര്യമാർ ഇങ്ങനെ ഭർത്താവിനല്ലേ കയ്യിലെടുക്കേണ്ടത്, മോളെങ്ങനെ എപ്പോഴെങ്കിലും ഇങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഞാൻ അതിന് നിന്ന് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഞാനും നിന്റെ മുത്തശ്ശിയൊക്കെ ഇങ്ങനെ ജീവിക്കുന്ന പോലെ ഞങ്ങളെ കൊച്ചുമക്കളും അങ്ങനെ ജീവിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ നിന്നിൽ ഞാൻ എന്നെയാണ് കണ്ടത്, പക്ഷെ നീ അങ്ങനെയല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നിന്നെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് അവരോട് ഇങ്ങനെ ഒരു ഇത് തോന്നുകയാണല്ലോ, എന്താ ഇവിടെ മാത്രം അങ്ങനെ ഇല്ലാത്തത്, നൈനമോള് വരച്ചിട്ടുള്ള ഡിസൈനൊക്കെ ഞാൻ കണ്ടു, അതുപോലെ തന്നെ ക്ലയൻസും അതിൽ ഇമ്പ്രസ് ആണെന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ നീ തിരഞ്ഞെടുത്ത ഭാര്യ അങ്ങനെ 916 ആണെന്നാണ് അവരും പറയുന്നത് എന്ന് പറയാണ്. അപ്പോൾ നീയല്ലല്ലോ അവളെ തിരഞ്ഞെടുത്തത്, നിനക്കിങ്ങനെ വഴി തെറ്റി കിട്ടിയ ഒരു ഭാര്യ എന്നുള്ളതിലല്ലേ കാണുന്നത്, അങ്ങനെ നീയും നിൻ്റെ അമ്മയൊക്കെ അവളെ എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ നിനക്കിങ്ങനെ അമ്മയോടുള്ള സ്നേഹം കൊണ്ട് ഭാര്യേനെ മാറ്റി നിർത്തരുത്, ഇങ്ങനെ അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ ഭാര്യയ്ക്ക് കൊടുക്കുന്നത് അമ്മ അറിയാനും പാടില്ല, അമ്മയ്ക്ക് കൊടുക്കുന്നത് ഭാര്യ അറിയാനും പാടില്ല, അങ്ങനെ കുടുംബജീവിതം നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെറിയ കള്ളങ്ങൾ പറയുന്നതൊക്കെ എന്തുകൊണ്ട്
കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഞാൻ മാറാൻ ശ്രമിക്കുക എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നയനയുടെ സ്വഭാവം മാറ്റണം എന്നിങ്ങനെ ആദർശ് മുത്തശ്ശിനോട് പറയാണ് കേട്ടോ. അപ്പോൾ നയനമോളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ആദർശ് അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഇവൻ്റെ പോക്ക് അത്ര ശരിയല്ല, ഇവനെങ്ങനെ നേർവഴിക്ക് കൊണ്ടുവരണം എന്നിങ്ങനെ മുത്തശ്ശി അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പിന്നീട് അനാമിക വരുന്നുണ്ട് കേട്ടോ അനിയുടെ അടുത്തേക്ക്. അപ്പോൾ വന്നിട്ട് ഇങ്ങനെ അനാമിക എന്ന് പറയുന്നുണ്ട്. ഞാൻ അനാമിക എന്ന് പറഞ്ഞ് കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിലും ഇങ്ങനെ കൈ വരയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ കൈ വരയ്ക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ആ സമയത്ത് അനി പെട്ടെന്ന് തന്നെ കൈ അങ്ങ് എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തിനാ ഇത്രയും ഇങ്ങനെ മറിഞ്ഞിരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ആരാധികയാണെന്ന് പറഞ്ഞ് കത്തയച്ചിട്ട് പെട്ടെന്ന് തന്നെ മുന്നിൽ വന്നാൽ ഈ ഒരു ത്രില്ല് ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണെന്ന് പറയുകയാണ്. അപ്പോൾ അത് ശരിയാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് രണ്ടുപേരും. പിന്നീട് അവർ രണ്ടുപേരും കൂടെ അങ്ങനെ ജ്യൂസൊക്കെ ഓർഡർ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് രണ്ടുപേരും കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ നന്ദു വിളിക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക്. അപ്പം അങ്ങനെ അനിയാണെങ്കിൽ കോള് ഇങ്ങനെ എടുക്കുകയൊന്നും ചെയ്യുന്നില്ല, കട്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദു വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്ദുവിനാണെങ്കിലും അനി കോൾ എടുക്കാത്തതുകൊണ്ട് അതങ്ങനെ ഭയങ്കര ഒരു സങ്കടമാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് എന്നെ വിളിക്കുന്നതുകൊണ്ട് അനാമിക ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ ആരാ വിളിക്കുന്നതെന്ന്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് പറയുമ്പോൾ അത് എടുക്കാനായിട്ട് പറയും. അപ്പോൾ ഒരുപാട് അന്വേഷണത്തിന് ശേഷമല്ലേ ഞാൻ അനാമികേനെ കണ്ടത്. അപ്പോൾ അതിന് നമ്മൾക്കിടയിലുള്ള സംസാരം തടസ്സപ്പെടുത്തുന്ന ഒരു കോളും ഞാൻ എടുക്കില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അനാമികയാണെങ്കിലും ഭയങ്കര സന്തോഷമാവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ കാണാൻ പറ്റി, ഇനി ഇതുപോലെ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പം എന്തായാലും കണ്ടല്ലോ, ഇനിയിപ്പോൾ ഇങ്ങനെ മറിഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നമുക്ക് ഇടയ്ക്ക് കാണാം, വിളിക്കാമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യാണ് കേട്ടോ. പിന്നീട് നവ്യ ഇങ്ങനെ അവിടേക്ക് വരുന്ന സമയത്ത് മുത്തശ്ശിയും അതുപോലെ തന്നെ ജലജയും കൂടെ ജാനകി ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ 2 മാസമായി വിശേഷം അറിയിച്ചിട്ട്, എന്നിട്ട് അതിൻ്റെ ലക്ഷണമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുന്ന സമയത്ത് ജലജ പറയുന്നുണ്ടായിരുന്നു അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടോയെന്ന് പോലും സംശയമാണെന്ന്. അപ്പം മുത്തശ്ശി പറയും അങ്ങനെ നീ സംശയിക്കൊന്നും വേണ്ട, കുറച്ച് മാസങ്ങളും കൂടെ കഴിഞ്ഞാൽ നിനക്കൊരു പേരക്കുട്ടീനെ കയ്യിലോട്ട് വെച്ച് തരും മോളെന്ന് പറയുകയാണ്. അപ്പോഴേക്കും നയന അവിടേക്ക് എല്ലാവർക്കും ചായ ആയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശിക്കും അതുപോലെ തന്നെ ജാനകിക്കും ജലജയ്ക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജലജ വേണ്ടാന്ന് പറയും. അപ്പം പിന്നീട് നയനയാണെങ്കിലും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു ഈ സംസാരമൊക്കെ കേട്ടിട്ടും ഒരു കൂസലും ഇല്ലാതെ നിൽക്കുന്ന കണ്ടില്ലേ, വല്ലാത്തൊരു സ്വഭാവം തന്നെ എന്നിങ്ങനെ നവ്യയുടെ സ്വഭാവത്തിനെ കുറിച്ചാണ് കേട്ടോ നയന ഇങ്ങനെ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നീട് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു മോൾക്കൊരു ഉണ്ണി പിറക്കാൻ പോവല്ലേ, അതിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനും അതുപോലെ തന്നെ നയന മോൾക്ക് ഒരു കുഞ്ഞുണ്ടാവാനും വേണ്ടിയിട്ട് പൊങ്കാല ഇടണം എന്ന് പറയാണ്. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ടായിരുന്നു അത് എല്ലാ വർഷവും മീനമാസത്തിൽ ഇടുന്നല്ലേന്ന്. അപ്പോൾ ഈ വർഷത്തെ പൊങ്കാലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഈ വർഷം ഇങ്ങനെ പൊങ്കാലയ്ക്കുള്ള അടുപ്പ് കൂട്ടുന്നതും എല്ലാം തന്നെ നയന മോളായിരിക്കും എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അത് കേട്ടുകൊണ്ട് ജാനകി അവിടേക്ക് ജാനകിയല്ല ദേവയാനി ആദർശം കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവയാനിക്ക് അതങ്ങ് ഇഷ്ടാവുന്നൊന്നുമില്ല. അപ്പോൾ അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനിവിടെ തളർന്ന് കിടക്കുന്നല്ലോ എന്ന് പറയാം. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു നീ വരുന്നത് വരെ ഞാനായിരുന്നല്ലോ പൊങ്കാലിട്ടിരുന്നത്, നീ വന്നപ്പോൾ ഞാൻ മാറി നിന്ന് തന്നില്ലേ, അതുപോലെ അടുത്ത തലമുറയ്ക്കും അത് ചെയ്യാനുള്ള ഇതിനും അത് മാറിക്കൊടുക്കണം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ദേവയാനിക്ക് അതൊന്നും വലിയ ഇഷ്ടാവുന്നൊന്നുമില്ല. പിന്നീട് നയനയ്ക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് നയനയോട് ഇങ്ങനെ പൊങ്കാല ഇടണം എന്നൊക്കെ പറയുന്ന സമയത്ത്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ എന്തിനാ നയനയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നതെന്നൊക്കെ. അപ്പോൾ ആദർശനാണെങ്കിൽ അത് ഇഷ്ടാവാതെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ അത് കേട്ടുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നീയാണോ തീരുമാനിക്കേണ്ടത്, ഞാനും നിന്റെ മുത്തശ്ശിയും കൂടെ എടുത്തിട്ടുള്ള തീരുമാനമാണ്. അപ്പോൾ മോൾ തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള എല്ലാ വർഷവും ഇവിടെ പൊങ്കാല ഇടാൻ പോകുന്നതെന്ന് പറയും. അപ്പോൾ ദേവേനിക്ക് ഇഷ്ടാവുന്നില്ല. ദേവേനി ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.